Welcome to AAA Profit Analytics, weekly market view dated 15th December. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 17th മുതൽ 21st ഡിസംബർ വരെയുള്ള വീക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പോലെ തന്നെ മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ളൊരു കറക്ഷൻ വരും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് വ്യൂവിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു നീജർക്ക് റിയാക്ഷനോടുകൂടി മാർക്കറ്റ് ഒരു 10,361 എന്നുള്ള സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ബൈയിങ് എൻട്രി ചെയ്യാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീക്കിലി വ്യൂവിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം എക്സിറ്റ് പോൾ റിസൾട്ട്സ് വന്നതിനെ തുടർന്ന് മാർക്കറ്റ് മൺഡേ ഷാർപ്പായിട്ടുള്ള 200 പോയിൻറ്റ്സോളം താഴ്ന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷമാണ് അവിചാരിതമായിട്ട് റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേലിൻ്റെ റെസിഗ്നേഷൻ വരുന്നത്. അതോടുകൂടി പിറ്റേ ദിവസം മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫോട് കൂടിയാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ മാർക്കറ്റ് അന്ന് ഒരു 10,333 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതാണ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കാര്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വീക്ക്ലി വ്യൂവിൽ ഡിസ്കസ് ചെയ്തിരുന്നൊരു കാര്യമാണ് മാർക്കറ്റ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻസിന് സെൻട്രൽ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള BJPക്ക് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാവുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൺഡേയിലെ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നതോടുകൂടി തന്നെയുള്ള ഒരു സെൽ ഓഫോട് കൂടി അത് തീരുകയും ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് പുതിയ ഗവർണറെ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. ശക്തികാന്ത ദാസ് എന്ന പുതിയൊരു റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനമേറ്റതോടുകൂടി മാർക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് അൺസർട്ടനിറ്റീസ്, എസ്പെഷ്യലി IL&FSൻ്റെ ഇഷ്യൂ തുടങ്ങിയതിന് ശേഷം നമുക്കറിയാം റിസർവ് ബാങ്കുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കൊണ്ടാണ് യെസ് ബാങ്ക് എന്നുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് ക്രാഷ് ചെയ്തു വന്നത്. അതുപോലെ തന്നെ ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് എന്ന വളരെ നല്ലൊരു കമ്പനിയുടെ സ്റ്റോക്കും വളരെ 50%ഓളൊക്കെ നമ്മളൊരു ദിവസം കറക്റ്റ് ചെയ്യുന്നത് കണ്ടു. അതുപോലെ വീണ്ടും റിസർവ് ബാങ്കിൻ്റെ ഒരു ഓർഡറിനെ തുടർന്നാണ് ഉജ്ജീവൻ എന്ന സ്റ്റോക്ക് ക്രാഷ് ചെയ്തത്. അതുപോലെ ഇക്വിറ്റാസ് എന്നുള്ള സ്റ്റോക്കിനും വളരെ ഹെവി ആയിട്ടുള്ള ക്രാഷ് വന്നത് ഇങ്ങനെ റിസർവ് ബാങ്കിൻ്റെ ഓർഡേഴ്സിനെ തുടർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ വന്ന് അദ്ദേഹം ഓൾറെഡി ഗവൺമെൻറ്റുമായിട്ട് വളരെ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരു IAS ഓഫീസർ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ റിസർവ് ബാങ്കും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഇപ്പോഴുള്ളൊരു കോൾഡ് വാർ ഇവിടെ അവസാനിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ, എസ്പെഷ്യലി ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിന് ലിക്വിഡിറ്റി ഒരു പ്രധാന ഇഷ്യൂ ആണ്. ആ ലിക്വിഡിറ്റിയുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാവുന്ന രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലെ ഉണ്ടായ റിസർവ് ബാങ്കിൻ്റെ മീറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള ഡിസിഷൻസ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഡിക്ലറേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റിൻ്റെ ആ കറക്ഷന് ശേഷം മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റീബൗണ്ട് കണ്ടു. പല നല്ല മിഡ് ക്യാപ് സ്റ്റോക്കുകൾ പോലും നമുക്ക് കഴിഞ്ഞ ആ ക്രാഷും സെൽ ഓഫും കഴിഞ്ഞ് നിന്നിരുന്ന പല സ്റ്റോക്കുകളും നമുക്ക് നല്ല രീതിയിൽ മുന്നേറുന്നതും കാണാൻ സാധിച്ചു. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ കഴിഞ്ഞ ആഴ്ചയിലെ സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ട്സും റിസർവ് ബാങ്ക് ഗവർണർ റെസിഗ്നേഷനും പുതിയ ഒരാളുടെ അപ്പോയിൻമെൻറ്റും കഴിയുന്നതോടുകൂടി നമ്മൾ വേഴ്സ്റ്റ് ഈസ് ബിഹൈൻഡ് അസ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി, നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസരം വരുമ്പോൾ നമ്മൾ പേടിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്. ആ മാർക്കറ്റിലെ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മളൊരു കറക്ഷൻ 10,361 വരെയുള്ളൊരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുകയും ആ ലെവലിൽ നമ്മൾ ബൈയിങ് എൻട്രി ചെയ്യാനും നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ വീക്ക്ലി വ്യൂവിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ AAA പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച ഒരുപക്ഷെ കഴിഞ്ഞ 3-4 മാസത്തിൻ്റെ ഇടയിലുണ്ടായതിൽ
ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പ്രോഫിറ്റ് നേടാൻ സാധിച്ചൊരാഴ്ചയാണ്. നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അതുപോലെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലാണെങ്കിലും അതുപോലെ AAA സ്വിംഗ് ഫ്യൂച്ചർ പൊസിഷണൽ റെക്കമെൻഡേഷൻ ആണെങ്കിലും നമുക്ക് നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷനിൽ നമ്മൾ ഓൾമോസ്റ്റ് 200 പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഏറ്റവും അധികം പ്രോഫിറ്റ് നേടാനായത് കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെയുള്ള ഹൈലി വൊളാറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെ മെച്യൂരിറ്റിയോടുകൂടി അതിൻ്റെ ലോവർ ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്ന ആ ലെവൽസിൽ നമ്മൾ എൻട്രി ചെയ്യുകയും അവിടെ നമ്മൾ പാനിക് ആകുന്നതിൽ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരു മെജോറിറ്റി റൂളല്ല ഇക്വിറ്റി മാർക്കറ്റിൽ എപ്പോഴും ഫോളോ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും കൂടി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ വന്ന് തിരിച്ചു ബൈ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 10,805 അപ്പോൾ ആ 10,300 അല്ലെങ്കിൽ 10,400 അല്ലെങ്കിൽ 10,500 പോലും നമുക്ക് എൻട്രി ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു അൺസർട്ടനിറ്റി ഉള്ളപ്പോഴാണ് അങ്ങനെയുള്ള അവസരങ്ങൾ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ആ അൺസർട്ടനിറ്റി കഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ട്സ് എല്ലാം കഴിഞ്ഞു, പുതിയ ഗവർണർ വന്നു, എല്ലാം സാഹചര്യങ്ങളും വളരെ ഫേവറബിൾ ആണ് എന്ന് തോന്നിയതിന് ശേഷമാണ് നമ്മൾ ബൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ അവസരം അവിടെ കഴിഞ്ഞു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടണമെങ്കിൽ നമുക്ക് പേടി വേണം. പക്ഷെ പേടിയെ എങ്ങനെ നമ്മൾ പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ വളരെ വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചത്. അതിന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞങ്ങളുടെ നിഫ്റ്റിയിലെ ട്രേഡ്സിൻ്റെയും അതുപോലെ തന്നെ നിഫ്റ്റി സ്വിംഗ് പൊസിഷണലായിട്ട് ചെയ്ത ട്രേഡും അതുപോലെ സ്വിംഗ് ഡെലിവറിയിൽ നമ്മൾ കഴിഞ്ഞ മൺഡേയിൽ കൊടുത്തിരുന്ന റെക്കമെൻഡേഷൻ 13% പ്രോഫിറ്റ് ഞങ്ങൾ ഫ്രൈഡേ ബുക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പേടിക്കാം, പക്ഷേ പേടി ആയിരിക്കരുത് നമ്മളെ ഡിസിഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. പേടിച്ചാൽ നമുക്ക് പേടിച്ചു മാറി നിൽക്കുന്നതിന് പകരം ആ പേടിയോടുകൂടി ആ ഇവൻറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ചെയ്യാനായിട്ട് പിന്നെ മടി കാണിക്കരുത്. അപ്പോൾ അവിടെയാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ സക്സസ്ഫുൾ ആയിട്ട് ആ ട്രേഡ്സ് എൻട്രി ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇലക്ഷൻ റിസൾട്ട്സോടനുബന്ധിച്ച് രണ്ട് ദിവസത്തിൽ ഞങ്ങളൊരു ലൈവായിട്ടുള്ള വീഡിയോ റിലീസ് ചെയ്യുകയുണ്ടായി യൂട്യൂബിൽ. ആ യൂട്യൂബിൽ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്ലിക്കേഷനായിട്ടുള്ള AAA Profit Analytics എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് എല്ലാവർക്കും അതുപോലെ ഞങ്ങൾ ആ വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇൻഡിക്കേഷനായിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ലൈവായിട്ടുള്ള മാർക്കറ്റിലെ ഡെവലപ്മെൻറ്റ്സ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10,500 ലെവലിൽ നിൽക്കുമ്പോൾ ലൈവായിട്ട് തന്നെ മാർക്കറ്റ് ഇനി 10,750 മുകളിലേക്കുള്ള ഒരു ബ്രേക്കൗട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ടായി. അത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ വരും ദിവസങ്ങളിലും എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ലൈവ് വീഡിയോസ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഞങ്ങളുടെ ആപ്ലിക്കേഷനായിട്ടുള്ള AAA Profit Analytics ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാനും സാധിക്കും. എന്തായാലും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഡാറ്റ നോക്കുമ്പോൾ മൺഡേ മാർക്കറ്റ് കാര്യമായിട്ടുള്ള ഒരു സെൽ ഓഫ് 205 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരുന്നതെങ്കിൽ പിറ്റേ ദിവസം മുതൽ 60 പോയിൻറ്റ്സ് ഉയർന്ന മാർക്കറ്റ് വീണ്ടും 188 പോയിൻറ്റ്സിൻ്റെ ഓൾമോസ്റ്റ് അത് സെയിം ആ പോയിൻറ്റ്സിൻ്റെ തന്നെ റിക്കവറിയാണ് വെഡ്നെസ്ഡേയിൽ നമ്മൾ കണ്ടത്. അതിൽ നമുക്ക് നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 13-ാം തീയതിയും 14-ാം തീയതിയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് മുന്നുള്ള ദിവസങ്ങളിലെ സെല്ലേഴ്സ് ആയിരുന്ന അവർ ഇക്വിറ്റിയിൽ ബൈയിങ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അന്ന് 13th 861 crores ബൈയിങ് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 14th 675 crores ബൈയിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം മാർക്കറ്റിൽ അത്രയും ദിവസം സെല്ലേഴ്സ് ആയിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ റിയലൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 സ്റ്റേറ്റിലെ ഇലക്ഷൻസിൻ്റെ റിസൾട്ട് റൂളിംഗ് പാർട്ടിക്ക് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ
എങ്കിലും ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് വളരെ സ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഇലക്ഷൻ വരുമ്പോൾ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും കാര്യമായിട്ടുള്ള ബൈയിങ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഇപ്പോൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടി വിൻ ചെയ്യുകയാണെങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്ക് റൂളിംഗ് മെജോറിറ്റി കിട്ടണമെന്നേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റിൽ. ഇപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പാർട്ടി ഭരിക്കണം എന്നുള്ള രീതിയിലല്ല മാർക്കറ്റ് എപ്പോഴും കാണുന്നത്. പക്ഷേ ഒരു അൺസർട്ടനിറ്റി ഇല്ലാത്ത രീതിയിലുള്ളൊരു നല്ലൊരു ഗവൺമെൻറ് വരുന്നു എന്ന് കണ്ടാൽ അതിന് മാർക്കറ്റ് പോസിറ്റീവായി തന്നെയാണ് എടുക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പോലെ നമുക്ക് പ്രോഫിറ്റ് നേടാനായിട്ടും പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കും. അതിനെ നമുക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു അനാലിസിസ് അതോടൊപ്പം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും നല്ല പ്രോഫിറ്റ് ഇങ്ങനെയുള്ള വൊളാറ്റിലിറ്റിയിൽ നേടാനായിട്ട് നമുക്ക് അവസരം ലഭിക്കും. ഒക്ടോബറിലും നവംബറിലും കിട്ടിയതിനേക്കാൾ വലിയൊരു അവസരമാണ് അപ്പോൾ നമുക്ക് ഡിസംബർ മാസത്തിൽ നമുക്ക് കിട്ടിയത്. നമ്മളിനി അടുത്ത ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഡിസംബർ മാസത്തിൻ്റെ 3rd വീക്കിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യമായിട്ട് ആക്റ്റീവ് ആയിരിക്കില്ല മാർക്കറ്റിൽ. കാരണം ഡിസംബർ ലാസ്റ്റ് ഒരു 10 days അവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ന്യൂ ഇയറിനോട് സംബന്ധിച്ചൊക്കെ ആയിട്ട് ആ ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. അതുപോലെ തന്നെ പല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കാലണ്ടർ ഇയർ അവരുടെ തന്നെയാണ് ഫിനാൻഷ്യൽ ഇയറും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇയർ എൻഡ് വരുന്നതോടുകൂടി പല ഒഫീഷ്യൽസിൻ്റെയൊക്കെ ബോണസ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് അവർ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് എത്ര വന്നു എന്നതിന് അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ലാസ്റ്റ് 10 days അവർ കാര്യമായിട്ടുള്ള ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പ്രഷർ നടത്താറില്ല. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് അവരെ വളരെ ആക്റ്റീവായിരിക്കും. അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ജനുവരി മാസത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു വളരെ നല്ല അവസരമാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻസിൻ്റെ അൺസർട്ടനിറ്റി എല്ലാം മാറിയിരിക്കുന്നു. മിഡ് ക്യാപ് സ്റ്റോക്കുകളിലേക്കുള്ള ബൈയിങ് കാര്യമായിട്ട് വരുന്നുണ്ട്. പല സ്റ്റോക്കുകളും നമുക്കറിയാം ഈവൻ 50% ഒക്കെ ക്രാഷ് ആയി കിടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്കിനി വരും ദിവസങ്ങളിൽ, ഈ ഡിസംബറിലെ വരും ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിനി നിഫ്റ്റിയുടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വൊളാറ്റിലിറ്റി ഉള്ള ഒരു വീക്കാണ് കഴിഞ്ഞു പോയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 2016 6825 എന്നുള്ളൊരു ലോയിൽ നിന്നും വരുന്ന ഒരു മൂവ്മെൻറ്റ് 11,171 വരെയാണ് ജനുവരി 2018 വരെ വന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു 3 yearsൻ്റെ ചാർട്ടാണ്. അപ്പോൾ 2018 ജനുവരിയിൽ വന്ന് നമ്മൾ അവസാനിച്ചിരിക്കുന്നത് 11,171 അതിനുശേഷമാണ് നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് ഈ 9,951 വന്നിരിക്കുന്നത്. വീണ്ടും ഒരു ഫ്രഷ് ഹൈ ആയിരുന്ന 11,760 ഓഗസ്റ്റിൽ 2018 സെറ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് വന്ന കറക്ഷൻ ആണ് 10,004 വരെ വന്നിരുന്നത്. ആ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇപ്പോഴും. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം 10,941 ഒരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ 10,333 വരെ വന്നിരുന്നത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും അതൊരു വളരെ ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് ഈ വീക്കിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് 11,171 എന്നുള്ള ആ ഒരു ജനുവരി 2018 ആ ഒരു ലെവലിൽ തന്നെ ആവും നമ്മൾ ഡിസംബറിലും ക്ലോസിങ്ങിലേക്ക് പോകുന്നത് എന്ന് തന്നെയാണ്. അതായത് നമ്മൾ ഈ വർഷം തുടങ്ങിയ ജനുവരിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് ഈ വൊളാറ്റിലിറ്റിക്ക് ശേഷവും ഓൾമോസ്റ്റ് അറ്റ് സെയിം ലെവലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ചാർട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു കറക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ മാർക്കറ്റ് 10,805 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവൽ വരുന്നത് 10,756 ആണ്. ഇവിടെയാണ് 200 മൂവിങ് ആവറേജ് വരുന്നത്. വരും ദിവസങ്ങളിൽ ഒരു കറക്ഷൻസിൽ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. 10,583 അതിന് താഴെ
താഴേക്ക് മാർക്കറ്റ് ഗ്ലോബലായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഇവൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിലാണ് താഴെ വരാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ 10,361 വരെ ആയിരിക്കും ആ ഒരു കറക്ഷൻ ഉണ്ടാവുക. പക്ഷേ ഇമ്മീഡിയറ്റ് നമുക്ക് ഡിസംബർ മാസത്തിൽ അങ്ങനെ ഒരു കറക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം നമുക്ക് മുകളിലേക്ക് നിഫ്റ്റി 10,756 എന്നുള്ളൊരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 10,957 അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ഡിസംബർ മാസത്തിൻ്റെ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള 11,171 തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുകൊണ്ട് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സപ്പോർട്ട് ലെവൽസ് ആയിരിക്കുക 10,583 10,361 ആയിരിക്കും. അതുപോലെ ഹൈ ലെവൽസിലെ റെസിസ്റ്റൻസ് 10,957 11,171 ആയിരിക്കും റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഡിസംബറിൽ ലാസ്റ്റ് ഇനി വരും ദിവസങ്ങളിൽ കൂടുതലും മിഡ് ക്യാപ് സ്റ്റോക്കിലുള്ളൊരു ആക്ടിവിറ്റിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള മാർക്കറ്റിൽ വരുന്ന ആ അവസരങ്ങൾ നമുക്ക് കുറച്ചധികം ഉപയോഗിക്കാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഒരു ഹവർലി ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒക്ടോബറിൽ 10,100 ലെവലിൽ നിന്നും 10,100 ലെവലിൽ നിന്നും മാർക്കറ്റ് മുന്നേറി വന്ന മാർക്കറ്റ് 2 നവംബറിന് 10,600 വന്ന് അവിടെ പിന്നെ നവംബർ മാസത്തിൽ നമ്മൾ കണ്ടത് ഹൈലി വൊളാറ്റൈലായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. 10,550 വരെ വന്ന മാർക്കറ്റ് വീണ്ടും 10,770 ടെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം തിരികെ 10,500 മൂവ് ചെയ്യുകയും അതിനുശേഷം അവിടെ നിന്നും 10,650 നിന്നും ഷാർപ്പായിട്ടൊരു മൂവ്മെൻറ്റോട് കൂടി 10,900 ടെസ്റ്റ് ചെയ്ത മാർക്കറ്റ് വീണ്ടും 10,900 നിന്ന് ഷാർപ്പായിട്ടുള്ള സെൽ ഓഫോട് കൂടിയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ 10,350 ലെവലിലേക്ക് വന്നത്. പക്ഷേ അവിടെ നിന്നും ആ സ്പൈക്ക് നോക്കുക, വളരെ ഷാർപ്പായിട്ടുള്ളൊരു സ്പൈക്കോട് കൂടിയാണ് വീണ്ടും ഈ 10,720 ലെവലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ചാർട്ടിൽ കാണാം, നമ്മുടെ 21 ഡേ മൂവിങ് ആവറേജിൻ്റെ ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ഒരു 21 ഡേ മൂവിങ് ആവറേജിലേക്ക് വീണ്ടും മാർക്കറ്റ് ട്രേഡ് ചെയ്ത് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ മാർക്കറ്റിൻ്റെ ആക്ച്വലി നവംബർ ഡിസംബറും വളരെ ഹെവി ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഉണ്ട് എങ്കിലും നമുക്കൊരു റേഞ്ചിലുള്ള ട്രേഡിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 10,300 10,900 ഇടയിലുള്ളൊരു ട്രേഡിംഗ് ആണ്. ഹെവി ആയിട്ടുള്ള വൊളാറ്റിലിറ്റി ഉണ്ടെങ്കിലും ഒരു ട്രേഡിംഗ് ബാൻഡിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ട്രേഡിംഗ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് വരും അടുത്ത വർഷം ഒരു പക്ഷേ 2019 കടക്കുമ്പോൾ നമുക്കൊരു ബ്രേക്കൗട്ടോട് കൂടി ഈ റേഞ്ചിൽ നിന്ന് പുറത്ത് വന്ന് മാർക്കറ്റ് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ താഴേക്ക് പോകാനുള്ള അടുത്ത വരുന്ന ഇവൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ മൂവ്മെൻറ്റ് വരുന്നത്. എന്തായാലും മാർക്കറ്റ് വളരെയധികം വൊളാറ്റൈലാണ്. നമുക്ക് മുകളിലേക്കും താഴേക്കുമുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് വളരെയധികം നൽകുന്നുണ്ട്. എസ്പെഷ്യലി ഞങ്ങൾ സ്വിംഗ് ട്രേഡിംഗ്, ട്രിപ്പിൾ സ്വിംഗ്, നിഫ്റ്റി ഫ്യൂച്ചറിലുള്ള പൊസിഷണൽ ട്രേഡ്സിനൊക്കെ ഇതുപോലെയുള്ള 200 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് നേടി നമുക്ക് പല ട്രേഡ്സും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഞാനത് മാർക്ക് ചെയ്തിട്ടുള്ള ട്രേഡ്സിൽ പലതും ഞങ്ങൾ സ്വിംഗ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ 200 പോയിൻറ്റ്സോളം നേടി ചെയ്ത ട്രേഡ്സാണ്. നമുക്കിനി കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 10,805 112 പോയിൻറ്റ്സ് ഉയർന്ന് അല്ലെങ്കിൽ 1.04% ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഡിസംബറിൽ കഴിഞ്ഞ 7th ക്ലോസ് ചെയ്തിരുന്നത് 10,693 10th മാർക്കറ്റ് വളരെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു എക്സിറ്റ് പോളിനെ തുടർന്ന്. അതിനുശേഷം 205 പോയിൻറ്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 11th ഡിസംബറിന് 60 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത് 11th. പക്ഷേ 12th നമുക്ക് കാണാൻ സാധിക്കും ആ 205 പോയിൻറ്റ്സിനേക്കാളും വളരെ ഉയർന്നൊരു ക്ലോസിങ്ങോടുകൂടി 188 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് 12th നമുക്ക് ലഭിച്ചത്. അതുപോലെ 13th 55 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് 14th 13 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് 112 പോയിൻറ്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞത്. 205 പോയിൻറ്റ്സ് എൻ്റെ ക്രാഷ് വന്ന മൺഡേ, അതുപോലെ തന്നെ 150 പോയിൻറ്റ്സോളം താഴ്ന്നാണ് ട്യൂസ്ഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. എന്നിട്ടും ഈ വീക്കിന്
ഒരു പോസിറ്റീവ് ക്ലോസിങ് 112 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിങ് ലഭിച്ചു എന്നുള്ളത് വളരെ വിചിത്രമായിട്ട് തോന്നാം. പക്ഷേ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തത് മാർക്കറ്റിന് ഒരു ഷാർപ്പ് ഒരു നീജർക്ക് റിയാക്ഷൻ്റെ ഒരു സെൽ ഓഫോട് കൂടി ആ ഒരു ഇവൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം ഇനി അടുത്ത ഇവൻറ്റ്സിന് വേണ്ടി അടുത്ത ഇവൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് മാർക്കറ്റ് പലപ്പോഴും വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ. ഇപ്പോൾ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ വന്ന് അദ്ദേഹം കുറേയധികം മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഇപ്പോൾ. അതിനുശേഷം വെഡ്നെസ്ഡേ മുതൽ മാർക്കറ്റ് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ബാങ്കിങ്ങും NBFCസും ഒക്കെ ആയിട്ടുള്ള സ്റ്റോക്കുകൾ കാര്യമായിട്ട് മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് പലപ്പോഴും വരാൻ പോകുന്ന കാര്യങ്ങളെ നേരത്തെ തന്നെ ഡിസ്കൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഒരുപക്ഷെ റിസർവ് ബാങ്ക് വളരെ നല്ല കുറച്ച് മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിക്ലറേഷൻസ് നടത്തുകയാണെങ്കിൽ അവിടെ നിന്നും ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ആ ഒരു മുന്നോട്ട് പോകുന്ന ആ ഒരു ഹൈ ലെവൽ റെസിസ്റ്റൻസിൽ നിന്ന് ഒരു കറക്ഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് പലപ്പോഴും വരാൻ പോകുന്ന കാര്യങ്ങളെ ഡിസ്കൗണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇവൻറ്റ്സിൻ്റെ സമയത്ത് നമ്മൾ ആ ഇവൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്താൽ പലപ്പോഴും നമ്മൾ ഫെയിലിയർ ആവാനുള്ള സാധ്യതയുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് നോക്കിയാൽ ഒരു ഹൈയും ലോയും തമ്മിലുള്ള ഒരു റേഞ്ച് 505 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻ്റാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച വളരെ നല്ല രീതിയിൽ വളരെ പ്രോഫിറ്റബിളായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു. നമുക്കിനി വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഒന്ന് നോക്കാം. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് പലപ്പോഴും നമ്മൾ കുറേ ദിവസമായിട്ട് കുറേ വീക്സായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 18-19 മുകളിലൊക്കെയാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പോൾ നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഷാർപ്പായിട്ട് ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. 15.15 വന്നിരിക്കുന്നു. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻസ് വരെയും കുറേയധികം ഇഷ്യൂസ് മാർക്കറ്റിൽ നിലനിന്നിരുന്നു എങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി മാർക്കറ്റിൻ്റെ ആ ഒരു ഡൗൺവേർഡ് റിസ്ക് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ 15 ഡിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഈ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വീണ്ടും 13 എന്നുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ലെവലിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 19 ലെവലിൽ നിന്നും താഴേക്ക് വന്ന് 15 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇതിന് തൊട്ട് മുമ്പുള്ള വീക്കിൽ ക്ലോസ് ചെയ്തിരുന്നത് 18.59 ഇപ്പോൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ 18.5% കഴിഞ്ഞ വീക്കിൽ കുറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ഈ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഫോളിൽ നിന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ബുള്ളിഷ് ട്രെൻഡ് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ്. നമുക്കിനി അടുത്ത ആഴ്ചയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 10,583 11,171 ഇടയിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യും എന്ന് തന്നെയാണ്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. എന്തായാലും നമ്മൾ ഡിസംബർ മാസത്തിൻ്റെ ലാസ്റ്റ് 2 വീക്സിലേക്ക് കടക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് വീക്കിലാണ് ട്യൂസ്ഡേ ക്രിസ്മസിൻ്റെ ഹോളിഡേ വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ കുറവുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് മിഡ് ക്യാപ്സിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുകയും വേണം. കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അടുത്ത വർഷത്തേക്കുള്ള കുറേയധികം ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള നല്ല സ്റ്റോക്കുകളിൽ ബൈങ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അഗ്രികൾച്ചർ സെക്ടറിന് സെൻട്രൽ ഗവൺമെൻറ് കുറേയധികം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇലക്ഷൻ മുന്നോടിയായിട്ട്. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളിലും കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റവും നടക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിരുന്ന ഒരു സ്റ്റോക്കായിരുന്ന ശക്തി പമ്പ് കഴിഞ്ഞ ദിവസം ടാർഗറ്റ് എത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതുപോലെയുള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയാസ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ പ്രത്യേകിച്ചും മാർക്കറ്റിലുണ്ടാകും.
നമുക്കിനി കഴിഞ്ഞ ദിവസം വന്ന IIP ഡാറ്റ ഒക്ടോബറിലേത് 8.1% നല്ലൊരു സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ CPI ഇൻഫ്ലേഷൻ കുറഞ്ഞ് 2.33% വന്നിട്ടുണ്ട്. ഈ രണ്ട് മാർക്കറ്റിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി അടുത്ത 7th ഫെബ്രുവരിക്ക് നടക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി റിവ്യൂ വരുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതയാണ് നമുക്ക് ഈ CPIയിലുള്ള കുറവും അതുപോലെ തന്നെ IIPയിലുണ്ടായിട്ടുള്ള ഈ കൂടുതലും വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ്. അപ്പോൾ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ഈ വീക്കിൽ മാർക്കറ്റ് വളരെ വൊളാറ്റൈലായിരുന്നു എന്തുണ്ടെങ്കിലും ആ വൊളാറ്റിലിറ്റിയിൽ ലഭിച്ച അവസരങ്ങളിൽ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നമുക്ക് കുറേയധികം പ്രൊഫഷണലി പ്ലാൻ ചെയ്താൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ നമുക്ക് ഞാൻ ശക്തി പമ്പ് എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്നു. ഈ റെക്കമെൻഡേഷനിൽ നമ്മളെങ്ങനെയാണ് പ്രോഫിറ്റ് നേടിയെന്നുള്ളതാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഞങ്ങൾ ആ റെക്കമെൻഡേഷൻ കൊടുത്തപ്പോൾ അതിനോടൊപ്പം നൽകിയിരുന്ന ഒരു ചാർട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശക്തി പമ്പിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തപ്പോൾ 26/11/2016 ശക്തി പമ്പിൻ്റെ ഒരു ഓൾമോസ്റ്റ് 700 ലെവലിൽ നിന്നും കറക്റ്റ് ചെയ്ത് വന്നിരുന്ന സ്റ്റോക്ക് ഞങ്ങൾ 26 നവംബറിന് ഞങ്ങൾ ബൈ ചെയ്തത് 375 താഴെയാണ്. ആ വാങ്ങുന്ന ദിവസത്തെ ചാർട്ടാണ് ഞങ്ങൾ ക്ലയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് നമുക്ക് രണ്ടാമത് നമ്മളിപ്പോൾ കാണുന്ന അത് ആ സ്റ്റോക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. അതായത് 420ലേക്ക് മുന്നേറി ആ സ്റ്റോക്ക് വരികയുണ്ടായി. അപ്പോൾ ശക്തി പമ്പ് ഞങ്ങൾ 26 നവംബറിനാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത് 275 താഴെ അക്യുമുലേറ്റ് ചെയ്യാനായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് 13th ഡിസംബറിൽ മോർ ദാൻ 13% പ്രോഫിറ്റ് നേടിക്കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 16 ഡേയ്സിലാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ വളരെ ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കായിരുന്നു. അഗ്രികൾച്ചർ സെക്ടറിലുള്ള സ്റ്റോക്കുകളുടെ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നമ്മുടെ പല ക്ലയൻസിനും 1 lakhലധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിച്ചു. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ മൺഡേയിൽ ഞങ്ങളെല്ലാ മൺഡേയുമാണ് ഒരു ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ നൽകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മൺഡേ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 205 പോയിൻറ്റ്സോളം കറക്റ്റ് ചെയ്തിരുന്ന ഒരു ഡേ ആയിരുന്നു. അന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നതാണ് സുപ്രീം ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൻ്റെ ഞങ്ങൾ കൊടുക്കുന്ന അന്നത്തെ ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് 944 ലെവലിലാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് നമുക്ക് ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് മുന്നേറി ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചാർട്ട് ഞങ്ങളത് നൽകിയ ദിവസത്തെ ചാർട്ടാണ്. 950ക്ക് താഴെയായിട്ട് അത് ഓൾമോസ്റ്റ് ഞങ്ങൾ നൽകുന്ന സമയത്ത് 944 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് അവിടെ നിന്നും മുന്നേറി ഈ ഫ്രൈഡേയിൽ മോർ ദാൻ 13% പ്രോഫിറ്റ് നേടിക്കൊണ്ട് ക്ലയൻസിന് 1100ൻ്റെ ടാർഗറ്റ് ഞങ്ങളുടെ അച്ചീവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള വളരെ നല്ല കമ്പനീസിൻ്റെ മൂവ്മെൻറ്റ്സ് ടെക്നിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സുകൂടെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഞങ്ങൾ ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻസ് നൽകുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു 3 ഡേയ്സിനുള്ളിൽ തന്നെ 13%-ലധികം പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. നമ്മുടെ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പല ക്ലയൻസും 1 lakh മുതൽ 3 lakhs ഒക്കെ പ്രോഫിറ്റ് നേടി പലരും ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് പ്രോഫിറ്റ് നേടാനായിട്ടുള്ള വളരെ നല്ല അവസരങ്ങൾ ആണ് ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ളൊരു മെത്തേഡിലൂടെ നമുക്ക് ക്ലയൻസിന് നൽകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് 2 എക്സാമ്പിളും നമ്മൾ കണ്ടു. ഒരു റെക്കമെൻഡേഷൻ 16 ഡേയ്സിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ ഈ സുപ്രീം ഇൻഡസ്ട്രീസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് 3 ഡേയ്സിലാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഒരുപക്ഷെ ഡേയ്സ് വ്യത്യാസം വരാം എന്നുണ്ടെങ്കിലും
ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻസ് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ചാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ പോലും ആ സ്റ്റോക്ക് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യുന്ന ഡേയ്സ് കുറച്ച് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻ ഒരു തിരക്കുള്ളൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു ജോലിയിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ്. ആ പാക്കേജിൽ എല്ലാ മൺഡേ ആണ് നോർമലി നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് 1-2 ലെവലിൽ താഴെ ലഭിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ മിനിമം ഒരു 12% പ്രോഫിറ്റ് നേടി പുറത്തു പോകാനുള്ള ഒരു അവസരം ഷോർട്ട് ടൈമിൽ ലഭിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി എന്നുള്ള ഒരു മെത്തേഡ്. അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഈവൻ മാർക്കറ്റിന് ഇത്രയും വൊളാറ്റിലിറ്റി ഉണ്ടായി എല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ ഭയന്ന് പേടിച്ച് മാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ പോലും ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ റെക്കമെൻഡേഷൻസിൻ്റെ ക്വാളിറ്റി അറിയാവുന്നതുകൊണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡിനോ മാർക്കറ്റിൻ്റെ മറ്റു മൂഡ്സോ നോക്കാതെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് അവരെല്ലാവരും വളരെ സക്സസ്ഫുള്ളായിട്ട് ഏറ്റവും വൊളാറ്റൈലായിട്ടുണ്ടായിരുന്ന ഒരുപക്ഷെ 2018 തന്നെ ഏറ്റവും വൊളാറ്റൈലായിട്ടുള്ളൊരു വീക്കിൽ അവർ 13% പ്രോഫിറ്റ് വളരെ കംഫർട്ടബിളായിട്ട് എടുത്ത് മാറാനായിട്ട് നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ക്ലയൻസിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് കുറേയധികം പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിച്ചു. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് വളരെ ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായ ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്ത ഒരു നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലും ചെയ്ത ട്രേഡ്സ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നിന്നും ആ ഒരു വൊളാറ്റിലിറ്റിയുടെ ഇടയിൽ ഒരു പക്ഷേ അങ്ങോട്ടും മുകളിലേക്കും താഴേക്കും ഒക്കെ മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ന്യൂസ് മാത്രം ഫോളോ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഹെവി ആയിട്ട് ലോസ് വരാനുള്ള സാധ്യതയുള്ളൊരാഴ്ചയാണ്. പക്ഷേ അതിന് കൃത്യമായിട്ട് നമ്മൾ ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂഡ് റിയലൈസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാൻ സാധിച്ചത്. നമുക്കിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ നൽകുന്ന നോർമലി ഒരു റെക്കമെൻഡേഷനാണ് ഒരു ദിവസം നൽകുക. അങ്ങനെ ഞങ്ങൾ നൽകിയ റെക്കമെൻഡേഷൻസ് ഒന്ന് നോക്കാം നമുക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി ഫ്യൂച്ചറിൽ മൺഡേയിൽ 10th മൺഡേയിൽ ഞങ്ങൾ 10,540 ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിൽ ഞങ്ങളൊരു സപ്പോർട്ട് ലെവലിൽ ബൈ ചെയ്തിരുന്നത്. അതിനുശേഷം ഫസ്റ്റ് ടാർഗറ്റിൽ 10,590 575 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. അന്ന് ഞങ്ങൾക്ക് ലഭിച്ച പ്രോഫിറ്റ് പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 58 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് അന്ന് നമുക്ക് നേടാനായിട്ട് സാധിച്ചു. അതിനുശേഷം 11th നമുക്ക് 10,420 ഞങ്ങൾ അന്ന് എൻട്രി ചെയ്തിരുന്നത്. അതും അന്ന് 11th ഞങ്ങൾ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിൽ ബൈ ചെയ്യുകയാണ് ചെയ്തത്. 10,420 എൻട്രി ചെയ്തത് ഞങ്ങൾ 10,480 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അത് അന്ന് സെക്കൻഡ് ടാർഗറ്റ് ലഭിക്കുകയുണ്ടായി. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് പോയിൻറ്റ്സ് 60 ഒരു ലോട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4,500 പ്രോഫിറ്റ് നേടാൻ സാധിച്ചു അന്ന്. അതുപോലെ 12th ഞങ്ങൾ അന്നും ബൈ റെക്കമെൻഡേഷൻ ആയിരുന്നു. 10,670 ഞങ്ങൾ ബൈ എടുത്തിരുന്നത്. അന്നും 10,720 സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അന്ന് ലഭിച്ച പ്രോഫിറ്റ് പോയിൻറ്റ്സ് 50 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ്. നമുക്കറിയാം നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 75 ഒരു ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അന്ന് 3,750 പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. അതുപോലെ 13th നിഫ്റ്റി ഫ്യൂച്ചർ നമ്മൾ ബൈ ചെയ്തിരുന്നത് 10,815 അന്നും നമുക്ക് 10,875 ഒരു സെക്കൻഡ് ടാർഗറ്റ് ലഭിക്കുകയുണ്ടായി. അന്ന് ലഭിച്ച പ്രോഫിറ്റ് 60 ഒരു ലോട്ട് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വരുന്നത് 4,500 അന്ന്. അതുപോലെ 14th നമ്മൾ നിഫ്റ്റിയിൽ ഷോർട്ട് പൊസിഷൻസ് ആയിരുന്നു, സെല്ലിംഗ് ആയിരുന്നു. 10,815 സെല്ല് ചെയ്ത് 10,790 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി. അന്ന് നമുക്ക് ലഭിച്ച പ്രോഫിറ്റ് 25 പോയിൻറ്റ്സിൻ്റെ ഒരു ലോട്ട് 1,875 പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ട്രേഡ് കൃത്യമായിട്ടുള്ള മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ ഒരു ട്രേഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ്
കഴിഞ്ഞ ആഴ്ചയിൽ ബുക്ക് ചെയ്യാൻ പറ്റിയ പ്രോഫിറ്റ് 253 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റാണ്. അതായത് ഒരു ലോട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 18,975 പ്രോഫിറ്റ് കഴിഞ്ഞ വീക്കിൽ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മുടെ ക്ലയൻസ് അധികം പേരും ചെയ്യുന്നത് ഒരു 5 ലോട്ട്സ് ഒക്കെയാണ്. 5 ലോട്ട്സ് ടു 20 ലോട്ട്സ് വരെ ചെയ്യുന്നവരുണ്ട് നമുക്ക് നോർമലി. അങ്ങനെ ഒരു 5 ലോട്ട്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ 5 റെക്കമെൻഡേഷൻസ് ചെയ്തിരുന്നു എങ്കിൽ ഒരു പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്നത് 94,875 പ്രോഫിറ്റ് കഴിഞ്ഞ വീക്കിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും വൊളാറ്റൈൽ ആയിട്ടുള്ളൊരു വീക്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനായിട്ട് ഇങ്ങനെയുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള നിഫ്റ്റിയിലെ ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഈ നിഫ്റ്റിയുടെ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഞങ്ങൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ റെക്കമെൻഡേഷൻസും കൊടുക്കാറുണ്ട്. അതിലും നമുക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പലപ്പോഴും സെക്കൻഡ് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ സാധിക്കുകയുണ്ടായി. അപ്പോൾ മാർക്കറ്റിനെ ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ, എന്നാൽ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകാതെ കൃത്യമായിട്ടുള്ളൊരു സയൻറ്റിഫിക് മെത്തേഡോടുകൂടി ഞങ്ങൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള ട്രേഡ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ട്രേഡ് ചെയ്യാൻ സാധിച്ചു. വൊളാറ്റിലിറ്റിയെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് തന്നെ അത് മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ AAA സ്വിംഗ് നിഫ്റ്റി പൊസിഷണൽ റെക്കമെൻഡേഷനുണ്ട്. ആ റെക്കമെൻഡേഷൻ നമ്മളൊരു നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ ഒരു പൊസിഷൻ എടുത്ത് 1-2 ദിവസം നോർമലി ഹോൾഡ് ചെയ്തിട്ട് നമുക്കൊരു 100 to 200 പോയിൻറ്റ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന മെത്തേഡിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷനിൽ നമ്മുടെ മൺഡേ ട്യൂസ്ഡേയും കഴിഞ്ഞ് മാർക്കറ്റ് സെറ്റിലായതിനു ശേഷം നമ്മൾ 12th നമ്മൾ ആ പൊസിഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ദിവസം മൺഡേ ട്യൂസ്ഡേ മാർക്കറ്റ് ഹൈലി വൊളാറ്റൈലായിരുന്നു. അന്ന് നമ്മൾ അതിൽ എൻട്രി ചെയ്യുന്നില്ല. വെഡ്നെസ്ഡേ പക്ഷെ നമ്മൾ 10,680 നമ്മൾ റെക്കമെൻഡേഷനിൽ നമ്മൾ പൊസിഷൻ എടുക്കുന്നത്. അന്ന് തന്നെ 10,780 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നു. അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള 10,880 13th നമുക്ക് 200 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിച്ചു. അത് നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും. ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു അപ്വേർഡ് മൂവ്മെൻറ്റ്, അതിന് മുന്നോടിയായിട്ടുള്ള ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് കഴിയുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രേഡാണ് നമ്മൾ പ്രിഫർ ചെയ്തിരുന്നത്. നിഫ്റ്റി സ്വിംഗ് പൊസിഷനിൽ നമ്മൾ ഏറ്റവും റിസ്ക് ഏറ്റവും കുറവ് നിർത്തിക്കൊണ്ട് അതേസമയം ഒരു 95% ആക്യുറസിയോടുകൂടി നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ വൊളാറ്റിലിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നത്. വളരെ നല്ല രീതിയിൽ നമുക്ക് 200 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ പൊസിഷണൽ ട്രേഡിൽ നമുക്ക് സാധിക്കുകയുണ്ടായി. ഓൾമോസ്റ്റ് 200 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു ലോട്ട് സൈസ് 75 ആണ്. ഈവൻ ഒരു 2 ലോട്ട്സ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു 30,000 പ്രോഫിറ്റ് നേടിപ്പോവാവുന്ന രീതിയിലുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ റെക്കമെൻഡേഷൻ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഞങ്ങളൊരു ലൈവ് വീഡിയോസ് എന്തെങ്കിലും മാർക്കറ്റിൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഇവൻറ്റ്സ് ഉണ്ടാകുകയും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്സിൻ്റെ ഫ്ലാഷ് ആയിട്ടുള്ളൊരു വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, AAA പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആപ്പിലായിരിക്കും ആദ്യം റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ AAA പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിലേക്ക് ഞങ്ങൾ ഇതിൻ്റെ ഈ ഫീഡായിട്ട് ഞങ്ങളിത് സെൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഇൻറ്റിമേഷനോട് കൂടി തന്നെ ഇത് ലഭിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ലൈവ് വീഡിയോ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളത് റിലീസ് ചെയ്തപ്പോൾ അത് വളരെ അധികം പേര് അതുകൊണ്ട് അത് സഹായിച്ചു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ലഭിച്ചപ്പോൾ ഞങ്ങളത് മാർക്കറ്റിൽ ലൈവായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാർക്കറ്റ് ഡേയ്സിൽ ഞങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും NRIs ആയിട്ടുള്ള കുറേയധികം ക്ലയൻസും നമുക്കുണ്ട്, അതുപോലെ തന്നെ വ്യൂവേഴ്സും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ആ ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങളൊരു 2-3 മിനിറ്റ്സിൻ്റെ ഉണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിൽ നടന്നിട്ടുള്ള ഒരു ഇവൻറ്റും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ വീഡിയോ വഴി ഞങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കും.
നമുക്കിനി അടുത്ത അതുപോലെ തന്നെ ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ വൊളാറ്റിലിറ്റിയിലെ ഇടയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് കുറേയധികം എൻക്വയറീസ് നമുക്ക് വരികയുണ്ടായി. അതിനെ തുടർന്ന് ഞങ്ങളൊരു പെയ്ഡ് വീഡിയോ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങളൊരു പെയ്ഡ് വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ റിലീസ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എന്താണ്, എങ്ങനെയാണ് അത് ട്രേഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു 40 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങളത് റിലീസ് ചെയ്യുന്നത്. ആ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 1 മന്തിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെയും അതുപോലെ തന്നെ ഓപ്ഷൻസിൻ്റെയും കൂടെ റെക്കമെൻഡേഷൻസ് അതിനൊപ്പം ലഭിക്കുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തിയറി പാർട്ട് മനസ്സിലാക്കുകയും അതുപോലൊപ്പം തന്നെ ഈ റെക്കമെൻഡേഷൻസ് 1 മന്തിൽ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി എങ്ങനെയാണ് അത് ട്രേഡ് ചെയ്യാമെന്ന് പഠിക്കാവുന്ന രീതിയിലുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഒരു ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡിംഗ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെത്തേഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറേയധികം അബദ്ധങ്ങൾ സംഭവിക്കാതെ അതിന് കൃത്യമായിട്ടുള്ളൊരു സയൻറ്റിഫിക് രീതിയിൽ ട്രേഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോൻ്റെ മറ്റു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്തായിട്ട് നെക്സ്റ്റ് വീക്കിൽ ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ L&T ഇൻഫോ, ഗോദ്രേജ് കൺസ്യൂമർ, ഫെഡറൽ ബാങ്ക്, കോൾഗേറ്റ്, ഇൻഫോസിസ്, അതുപോലെ തന്നെ അവന്യൂ സൂപ്പർ മാർട്ട് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.